പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷത്തിൽ അടിയന്തര യോഗം വിളിച്ച് എറണാകുളം റൂറൽ എസ്.പി. ജനകീയ സമിതി പ്രവർത്തകരും യോഗത്തിനെത്തി. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഭായ് കോളനിയിൽ പട്രോളിംഗ് ശക്തമാക്കാനാണ് യോഗത്തിലെ തീരുമാനം. പട്രോളിംഗിന് ജനകീയ മുന്നണിയുടെ സഹായവും ആവശ്യമെങ്കിൽ തേടാനും ധാരണയായിട്ടുണ്ട്. ലഹരിക്കെതിരെ ജനങ്ങളുടെ കൂട്ടായ്മകൾ നല്ലതാണെങ്കിലും അത് നിയമം കയ്യിലെടുത്തുകൊണ്ടാകരുതെന്ന് എസ്.പി. പറഞ്ഞു. ലഹരി കൂടുതലായി ഗണ്യമായിട്ടുള്ള വർധനമുണ്ടായിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. 2023 ഇരട്ടി കേസുകൾ 2024 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 2025 ആയപ്പോൾ അതിൻ്റെ ഡബിൾ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഹ്യൂജ് ക്വാണ്ടിറ്റി ഡ്രഗ്സ് സീസ് ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ വിപത്തിനെ പരിപൂർണമായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുടെയും പത്രക്കാരുടെയും എല്ലാ ആളുകളുടെയും സമൂഹത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിപൂർണമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി മുഴുവൻ ആളുകളുടെയും സഹായം നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ ഭായ് കോളനിയിൽ പഞ്ചായത്ത് അധികൃതരുടെ പരിശോധന ഉണ്ടായിരുന്നു. ലഹരി ഉപയോഗം വ്യാപകമാണെന്ന പരാതിയെ തുടർന്ന് എക്സൈസും പരിശോധന നടത്തി. പെരുമ്പാവൂരിൽ ഭായ് കോളനി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പരിശോധനകളും കാര്യങ്ങളും എല്ലാമാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള പരാതികൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ശുചിത്വമില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നെങ്കിലും അതിനും രൂക്ഷമായ കാര്യമായിരുന്നു ലഹരി വ്യാപനം എന്നത് സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് സത്വരമായൊരു ഇടപെടൽ ഉണ്ടാകണം. അങ്ങനെയാണ് വളരെ സൂക്ഷിച്ച് ഭായിമാരോട് ഇവിടെ വന്നിരിക്കുന്ന അതിഥി തൊഴിലാളികളോടക്കം എല്ലാ മര്യാദകളോടും പാലിച്ച് തങ്ങൾ പെരുമാറുന്നു. ഭാരവാഹികളടക്കം ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹിയും ഒപ്പം സാമൂഹ്യ പ്രവർത്തകയുമായ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ മേഖലയിലുള്ള ഈ മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഇവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ എന്റെ ഒപ്പം നിൽക്കുന്നത് വാർഡ് മെമ്പറുണ്ട്, പഞ്ചായത്ത് ഭരണസമിതി ഉണ്ട്, ഞങ്ങൾക്ക് മെമ്പർമാരാണ്. കുറെ ദിവസമായി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെയാണ് അകാരണമായി ഇവിടുത്തെ മയക്കുമരുന്നിനും കഞ്ചാവിനുമെതിരെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അകാരണമായി ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഒരു എന്താ പറയാ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് എസ്.പി. ഓഫീസിൽ ഞങ്ങളെ എല്ലാവരെയും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർക്കുകയും അതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയുകയും ചെയ്തു. ഇന്ന് ഇവിടെ ഞങ്ങൾ ഇത് പരിശോധനയ്ക്കായിട്ട് പഞ്ചായത്തിൽ നിന്നും അറിയിപ്പ് കൊടുത്തതിന്റെ പേരിൽ ഇതെല്ലാ കടകളും ഇന്ന് അടച്ചിടുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ഇതിന്റെ അകത്ത് യാതൊരുവിധ തെളിവുകളും കഞ്ചാവുകളും മയക്കുമരുന്നുകളും ഒന്നും ഇല്ലെങ്കിൽ എന്തിനാണ് ഇതിങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വരുന്നു എന്നറിഞ്ഞതിന്റെ പേരിൽ എല്ലാ കടകളും ഇന്ന് ഷട്ടർ ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. ഇന്ന് അനധികൃതമായിട്ട് കെട്ടിടങ്ങൾ ഇവിടെ പണിത് വെച്ചിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നടക്കുന്നത് കഞ്ചാവും മയക്കുമരുന്നും ലഹരികളും വ്യഭിചാരങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ നടക്കുക. അതിനെതിരെ ചോദ്യം ചെയ്യുന്ന ഈ നാട്ടിലെ ആളുകളെ നിയമം വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ഇരയോടൊപ്പം സഞ്ചരിക്കാതെ ഇരിക്കുകയും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇന്ന് ഇവിടെ താഴെ തട്ടിലുള്ള ഉദ്യോഗ തലങ്ങളിലുള്ള ആളുകൾ തൊട്ട് ഈ മയക്കുമരുന്ന് മാഫിയെ സഹായിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ വെല്ലുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു മോശപ്പെട്ട സാഹചര്യങ്ങൾ കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന സാഹചര്യം. ഭായ് കോളനിയിൽ നടക്കണ നിയമ നടപടികൾ ഒരു പ്രസിഡന്റ് ഇതൊരു വ്യക്തിക്കെതിരെയോ ഒരു കുടുംബത്തിനെതിരെയോ നടത്തുന്നതല്ല. ഇത് സമൂഹത്തിനെതിരെ, ഭാവി തലമുറകൾക്കെതിരെ, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പഞ്ചായത്തും ജനങ്ങളും ഒന്നിച്ചു പോരാടണമാണ്. കാരണം വരും കാലങ്ങളിൽ ഭാവി തലമുറയ്ക്ക് അവരുടെ വളർച്ചയെ തന്നെ മുരടിപ്പിക്കുന്ന, അവർക്ക് രോഗങ്ങൾ വരുത്തുന്ന പലവിധ പ്രശ്നങ്ങളും, അതായത് മയക്കുമരുന്ന്, അനാശാസ്യം, അങ്ങനെ എല്ലാ പ്രവൃത്തികളും നടക്കുക. അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ ഭരണസമിതിയും ജനങ്ങളും ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടും. തുടരും. കാരണം ഇതിങ്ങനെ മുന്നോട്ട്, കാരണം തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. കാരണം നമ്മുടെ മക്കള് നേരിടും. ഇതിനെതിരെ എതിർത്തില്ലെങ്കിൽ അത് ശരിയാവില്ല. കാരണം നാട്ടുകാരും എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇതിലെ വലിയ രീതിയിൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഈ മേഖലയിലെ പ്രവർത്തകരടക്കം മുന്നോട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇത് അനുവദിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗം അനുവദിക്കാൻ കഴിയില്ല. പക്ഷേ ഈ രീതിയിൽ ആളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ പ്രതികരിച്ചവർക്കെതിരെ പലപ്പോഴും കേസെടുക്കുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന പരാതിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ
ജനങ്ങൾ തടിച്ചുകൂടുകയും ഇന്ന് SP-യുടെ നേതൃത്വത്തിൽ യോഗം നടക്കുകയും പരിശോധന നടക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും ദിവസവും ശക്തമായ രീതിയിലേക്ക് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. പെരുമ്പാവൂർ ഭായ് കോളനിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.